ഹലോ 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 ഹലോ. ഞാൻ സെർവറിൽ ജോയിൻ ചെയ്ത് കുറച്ച് നേരമായി. എന്തായാലും അവർ സ്പോണിൽ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ബേസ് ഏരിയയോ വില്ലേജോ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടിട്ടല്ലോ, ഇൻട്രോ കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി. അപ്പം ഞാൻ ഇവിടുന്ന് മരം വെട്ടട്ടെ. ഇത് ആരുടെ ഐലൻഡാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം സെർവറിൽ കളിച്ചു. ഒരു ബേസിൻ്റെ ഏരിയയൊക്കെ ആയി. ചെറിയൊരു ബെഡൊക്കെ വെച്ചുള്ള ബേസ് സെറ്റ് ചെയ്തു. അപ്പോഴാണ് സെർവറിന് എന്തോ പറ്റിയത്. സ്നൈപ്പർ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തോ പറ്റിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സമയം സെർവറിൻ്റെ ലെഫ്റ്റായി. ഇതാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ഇതൊന്ന് ശരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയുള്ള പാർക്കൂർ ഞാൻ ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ അതിൽ ഏറ്റവും മുകളിലെത്തിയതായിരുന്നു. അതിൻ്റെ മുകളിൽ നേരെ ഇതേപോലെ താഴെ പോകും. ഒറ്റ ചാട്ടവും കൂടി ചാടിയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും മുകളിൽ എത്തേണ്ടതായിരുന്നു. അപ്പോഴേ ആ സമയത്ത് റെക്കോർഡൊന്നും ആയിരുന്നില്ല. അതും കൂടി ചാടിയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തോ മണ്ടത്തരം കാട്ടി നേരെ താഴെ വീണിലെത്തി. അപ്പോൾ ഞാൻ കില്ലാടിക്കൂട്ടൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ കില്ലാടിയുടെ ബേസിൻ്റെ അവിടെ എത്തി. ഞാൻ ഈ വോയിച്ചായിട്ട് സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡ് മുതലൊക്കെ ശരിയാക്കാം. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ ഈ സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് കേൾക്കില്ല. ഇവർ പറയണമൊന്നും കേൾക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇവർ പറയുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. ആ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്യാം, ബേസ് മാത്രം വേറെ ഉണ്ടാക്കിക്കൂടെ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇത്ര ആൾക്കാരെ വോയിസ് ചാറ്റുള്ളത്. അവരെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബേസ് സെറ്റ് ചെയ്തു. നമുക്കൊരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം. കണ്ടോ, ഞാൻ നിരത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ ഹെഡ്. ഞാൻ കുറേ തവണ ചത്ത്, ഒരു തവണ ചത്ത് അപ്പം ഹെഡ് ഡ്രോപ്പ് ആവും. അങ്ങനെ ഞാൻ കുറേ തവണ ചത്തുണ്ട്. എന്താ എൻ്റെ ചെസ്റ്റൊക്കെ തുറന്ന് നോക്കുന്നത്. അപ്പം ഞാൻ കുറേ ആൾക്കാരവിടെ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ മൂവ് ഫാം ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുക. കാരണം മൂവ് ഫാം ഉണ്ടാക്കാണ്ട് ഉറക്കം വരുന്നില്ല, എന്താ അറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ എല്ലാവരൊക്കെ ഇങ്ങനെ തല്ലി കൊല്ലുമ്പോഴുള്ള സുഖം അത് വേറെയാണ്. അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ബേസ് ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എല്ലാവരും ബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കും നിങ്ങൾ ഗൈസ്. ഞാൻ ബേസ് ഉണ്ടാക്കാതെ പോവോ? ബേസ് ഉണ്ടാക്കിയിരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും. ഞാൻ വെറുതെ പറയണതല്ല. എൻ്റെ മുഖത്തേക്ക് നോക്കിയോ, ഞാൻ സാക്ഷി ബേസ് ഉണ്ടാക്കാൻ പറയണതിൽ. അപ്പോൾ പറ്റിയ ബേസ് ഉണ്ടാക്കാം. പിന്നെ ഈ മോഫ് ഫാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഫ് ഫാം മര്യാദയ്ക്ക് മറക്കാവുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അത് പിന്നെ വർക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ 2 ലെയറാക്കിയിട്ടുണ്ട്. ഇത് ആദ്യം ഒറ്റ ലെയറായിരുന്നു, അത് 2 ലെയറാക്കി. പിന്നെ ഇതിൻ്റെ താഴെ കേവൊക്കെ പോയി ലൈറ്റ് ചെയ്തു. ആകെ 1-2 സ്പോണാകുന്നുണ്ടായിരുന്നുള്ളൂ. കേവൊക്കെ ലൈറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സ്പോണാകുന്നത്. ഞാൻ അതുണ്ടാക്കിയതിൻ്റെ മെയിൻ കാര്യം ബേസ് ഉണ്ടാക്കാൻ കുറേ സ്പ്രൂസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുണ്ടാക്കിയത്. നിങ്ങൾ പോയി ബേസിൻ്റെ സംഭവങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി അപ്പോൾ കോളും കണ്ടുള്ളൂ. കേസ് നിങ്ങൾ പറയേസ്, ഇതിലേതാണ് ഒറിജിനൽ, ലെഫ്റ്റാണോ റൈറ്റാണോ? ഇത് പറയുന്ന ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ പോയി നിങ്ങൾ പറഞ്ഞോ, ലെഫ്റ്റ് സൈഡിലാണോ ഒറിജിനൽ, റൈറ്റ് സൈഡിലാണോ ഒറിജിനൽ. ഇത് പറയുന്ന ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടാവും. ഞാൻ സ്പോട്ടിൽ തന്നെ ഗിഫ്റ്റ് തരും. ഞാൻ കമൻറ്റ് കണ്ട ഗിഫ്റ്റ് തരും. കമൻറ്റ് കാണാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാൻ പാടില്ല. ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ ഒറിജിനൽ. ഞാൻ നല്ല ടഫാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യത്യാസമില്ലാതെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല.
അപ്പോൾ നിങ്ങൾ പോയി കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പം തന്നെ വിട്ടോ. നിങ്ങളൊന്നും കണ്ടിട്ടില്ല, പോയി കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഞാൻ അതൊന്നിങ്ങനെ ഇറങ്ങിപ്പോണേ. നീ ഇവിടെ ഇരുന്നോ, ഒറിജിനൽ ആരാന്ന് അവർ പറയുന്നത് വരെ നീ ഇവിടെ ഇരുന്നു. ഞാൻ ഇതുവരെ വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ അടിച്ച് കൊന്നോ. മാക്സ് അതാരാ ഇവിടെ ആരും ഉണ്ടല്ലോ, ആരും ഉണ്ട് കേട്ടോ. അപ്പം നീ ആരെങ്കിലും വന്നാൽ ആക്സ് കൊണ്ട് ചാടി തല്ലിക്കൊന്നോ. ഞാൻ പോണു. ഞാൻ ബേസ് ഉണ്ടാക്കും പറഞ്ഞാൽ ബേസ് ഉണ്ടാക്കിയിരിക്കും ഗൈസ്. എന്താ സത്യം, കറക്റ്റ് ടൈമിൽ തന്നെ മഴയും വന്നിട്ട് ഞാൻ ബേസ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ കാണാം. ഞാൻ ബേസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും. എൻ്റെ മുഖം സത്യം മാത്രമേ പറയുള്ളൂ. ഞാൻ ഒരിക്കലും ഇല്ലാത്ത കാര്യം പറയാറില്ല. ഞാൻ താഴത്തില്ല ഗൈസ്, താഴത്തില്ല. അല്ലത് ഉണ്ടാണ്ടിരടാ. ഞാൻ താഴത്തില്ല എന്ന് പറഞ്ഞാൽ താഴത്തില്ല. ഞാൻ താടി മീശയും ഒന്നുമില്ല തന്നെ ഉള്ളൂ. ഇത് മെയിൻ ചെയ്യാൻ കേസില്ലേ. നീ അവിടെ തന്നെ ഇരുന്ന് എങ്ങോട്ടും പോവില്ലേ. ഞാൻ അപ്പം വരാം. ഒറ്റ അയണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വരാം. അപ്പം എൻ്റെ കയ്യിൽ അയണമൊന്നുമില്ല. എനിക്ക് മൈനിങ്ങിന് പോകേണ്ടി വരും. ഞാനൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി വരും. മൈനിങ് ഉണ്ടാക്കിയിട്ട് വരാം. ഞാനതെപ്പോഴെങ്കിലൊക്കെ മൈൻ ചെയ്തോളാം. അപ്പം ഞാൻ മുകളിൽ ഫ്ലോറും താഴെ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2 സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇതിൽ കൂടെയാണ് പോകാറുണ്ട്. ഇങ്ങനെ കയറി വന്നിട്ടേക്കും കയറി പോകും. പിന്നെ എൻ്റെ സ്വന്തം സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ചെസ്റ്റൊക്കെ. മുകളിലൊന്നും വയ്ക്കുന്നില്ല, കാരണം സ്റ്റാർട്ടർ ബേസ് ആയതുകൊണ്ട് അധികം ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 2 സൈഡും 2 ലെയറായിട്ട് ചെസ്റ്റ് വെച്ച് തന്നുള്ളൂ. പിന്നെ ഈ ഡോറ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഉണ്ടാക്കി. ചെറിയൊരു സിമിട്രി. ഇതിൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവിടെയൊക്കെ വിൻഡോസൊക്കെ വയ്ക്കാനുണ്ട്. അതൊന്നും ഞാൻ ചെയ്തില്ല, കാരണം എല്ലാവരും ബേസൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ മാത്രമേ ബേസ് സെറ്റ് ചെയ്യണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു ബേസ് മാത്രം ഉണ്ടാക്കി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളാരും കാണാത്ത പോലത്തെ ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഇതുവരെ ഈ സെർവറിൽ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. സ്റ്റാർട്ടർ ബേസിന് അങ്ങനെയൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ ചെയ്യും. ഒരു അടിപൊളി ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരും. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം.